പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കർത്താവിന്റെ കുരിശിലൂടെ നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച ആ വലിയ സ്നേഹത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വലിയ ആഴ്ചയിലാണ് നാം ഓരോരുത്തരും. ഇന്ന് പെസഹ ബുദ്ധൻ. നമ്മളിന്ന് ഈ കരുണയുടെ ആഴങ്ങളിലേക്ക് ദൈവം നമ്മെ ആഴ്ത്തിക്കൊണ്ടുപോകുമ്പോ പ്രത്യേകമായ വിധത്തില് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അവരുടെ മേൽ ദൈവത്തിന്റെ കരുണ ചൊരിയപ്പെടണം. ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു മേഖല, ദൈവത്തിന്റെ മക്കള് ദൈവത്തെ കേട്ട് ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ കൂടെ ജീവിക്കേണ്ട മക്കളാണ്. നമ്മളൊക്കെ അതിനു വേണ്ടി ഭാഗ്യം ചെയ്യപ്പെട്ട മക്കളാണ്, നമ്മളും നമ്മുടെ മക്കളും. അതിൽ ഇന്ന് നമ്മൾ അനേക മക്കള് ദൈവത്തെ വിട്ട്, വചനം വിട്ട്, സത്യം വിട്ട്, മാതാപിതാക്കളുടെ നല്ല ഉപദേശം വിട്ട് ഇന്ന് ലോകത്തിന്റെ പിന്നാലെ പിശാചിന്റെ പിടിയില് അടിമപ്പെട്ടു പോയിരിക്കുന്ന വലിയൊരു മേഖലയുണ്ട്. നമുക്കറിയാം, ഈ ദിവസങ്ങളൊക്കെ അനേക മാതാപിതാക്കൾ പറയാ, അച്ഛാ പുസ്തകം തുറക്കണില്ല, പരീക്ഷയാണ്, ഒത്തിരി സപ്ലിയാണ്, പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കണില്ല, 24 മണിക്കൂറും ഈ ഗെയിമും മൊബൈലും കളികളും ഒക്കെ ആയിട്ട് അടിമപ്പെട്ട് മുറിയിൽ അടച്ചിരിക്കുക. എന്റെ മക്കളെ, ഈ മക്കൾക്ക് എന്താ പറ്റിയ? പിശാചിന്റെ അടിമത്തത്തിലേക്ക് പോയി. ദൈവത്തെ കേൾക്കാതെ, ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ, ദൈവം പറഞ്ഞ അടിസ്ഥാനങ്ങളൊക്കെ ലംഘിച്ച് ഈ പിശാചിനെ കെണി പോയി പെട്ടുകിടക്കുന്ന മക്കൾ. ജെറമ്യാ പ്രവാചന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 24-25 വചനം കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ശുഭമായിരിക്കും. ദൈവത്തിന്റെ വാക്ക്, മാതാപിതാക്കളുടെ വാക്ക് ഇത് കേട്ട് അനുസരിച്ചാൽ നമ്മുടെ മക്കൾക്ക് ശുഭമായിരിക്കും. അതിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് അതൊന്നും കേൾക്കണ്ട. അവിടെ ജെറമ്യാ പ്രവാചന പുസ്തകം പിന്നീട് പറയാണ്, എന്നാൽ അവർ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. പിന്നെന്താ ചെയ്ത? തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയനുസരിച്ച് തന്നിട്ട പ്രകാരം ജീവിച്ചു. കണ്ടോ, നമ്മുടെ മക്കളുടെ അവസ്ഥയാണ് ഈ പറയണേ. ആരും കേൾക്കണ്ട, മാതാപിതാക്കളെ കേൾക്കണ്ട, ദൈവത്തെ കേൾക്കണ്ട. ദുഷ്ടഹൃദയത്തിന്റെ തന്നിഷ്ട സ്വഭാവത്തിനനുസരിച്ച് അവർ തോന്നിമാതിരി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇന്ന് പഠിക്കേണ്ട സമയത്ത് പഠിക്കണില്ല, ഫുൾ ടൈം മൊബൈല്, കറങ്ങാൻ പോവാ, ലഹരിക്ക് അടിമപ്പെട്ട് പോവാ, ജീവിതം അപ്പാടെ നശിപ്പിച്ചു കളയുന്ന മക്കൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കണം. വചനം അനുസരിക്കാൻ, സത്യത്തെ അംഗീകരിക്കാൻ, നമ്മുടെ നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കാൻ നമ്മുടെ മക്കൾക്ക് കൃപ ലഭിക്കണം. നിയമാവർത്തന പുസ്തകത്തില് 32-ാം അധ്യായത്തിന്റെ 47-ാം വചനത്തില് മോശ തന്റെ അന്ത്യ ഉപദേശത്തില് നിയമപ്രമാണങ്ങളൊക്കെ ആ മക്കൾക്ക് വ്യാഖ്യാനിച്ച് വീണ്ടും കൊടുത്തിട്ട് പറയാ, മക്കളെ, ഇത് നിങ്ങൾ നിസാരമായി എടുക്കരുത്, നിങ്ങളുടെ ഹൃദയത്തിൽ അത് സംഗ്രഹിക്കണം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം ഇത് നിങ്ങളുടെ ജീവനാണ്. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച്, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളുടെ ജീവനാണ്. എന്നാൽ നമ്മുടെ മക്കൾക്ക് ഇതൊന്നും വേണ്ട. 1 തിമോത്തി 4-ാം അധ്യായത്തിന്റെ 9-ാം വചനം പറഞ്ഞുണ്ട്, വചനം സ്വീകാര്യവും തികച്ചും വിശ്വാസയോഗ്യവുമാണ്. ദൈവത്തിന്റെ വചനം സ്വീകരിക്കണം, അതേ വിശ്വസിക്കാവൂ. ഇന്ന് നമ്മുടെ മക്കള് ഒത്തിരിയേറെ കാര്യങ്ങൾ കേൾക്കുക. സിനിമയിലൂടെ, കൂട്ടുകെട്ടിലൂടെ, ലോകാരൂപിയിലൂടെ, പിന്നെ മൊബൈലിലൂടെ, ഗെയിമുകളിലൂടെ പല പൈശാചിക സ്വരങ്ങൾ കേട്ട് നമ്മുടെ ആദ്യ മാതാപിതാക്കള് പിശാചിനെ കേട്ട് അനുസരിച്ച് പിശാചിനെ പിടിപ്പെട്ട പോലെ, പിശാചിന് അധികാരവും അവകാശം കിട്ടിയതുപോലെ നമ്മുടെ മക്കളുടെ മേൽ അധികാരം, ആധിപത്യം, അവകാശം പിശാചിന് കിട്ടാൻ പിശാച് പറയുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം. ദൈവം പറഞ്ഞ വചനത്തിന് പ്രാധാന്യമില്ല, സ്വന്തം മാതാപിതാക്കൾക്ക് പ്രാധാന്യമില്ല, നല്ല ഉപദേശങ്ങൾക്ക് പ്രാധാന്യമില്ല. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 17-ാം വചനം പറഞ്ഞുകൊണ്ട്, അവിടുത്തെ വചനമാണല്ലോ സത്യം. ഈ സത്യം മറന്ന് പിശാചിനെ കേട്ട് അവനനുസരിച്ച് ജീവിക്കുന്ന അനേക മക്കൾ ഇന്ന് പിന്നെ അവിടെ ജെറമ്യാ പ്രവാചക പുസ്തകം പറയാണ്, അതിനാൽ അവരുടെ പോക്ക് മുന്നോട്ടല്ല പിന്നോട്ടാ. ഇന്ന് പിന്നോട്ടല്ല, താഴേക്ക്, പാതാളത്തിലേക്ക്.
പല മക്കളുടെ അവസ്ഥകൾ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകം ആവിധം ഇനി നമ്മൾ നാളെ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഉയർപ്പ് ഞായർ, ഈ വരുന്ന 4 ദിവസങ്ങളിൽ കർത്താവ് അർപ്പിക്കുന്ന ബലിയുടെ ശക്തി, പാപപരിഹാര ബലി, ജീവൻ നൽകുന്ന വീണ്ടെടുപ്പിന്റെ ബലി, ഉത്ഥാനത്തിന്റെ മഹത്വം, ഇതിലേക്കൊക്കെ നമ്മുടെ മക്കൾ കടന്നു വരണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ വർഷത്തെ ഈ നോമ്പുകാലത്തിന്റെ, ഈ പെസഹ കാലത്തിന്റെ, ഈ ദുഃഖവെള്ളിയുടെ, ഉത്ഥാനത്തിന്റെ പ്രത്യേകമായ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു നിയോഗം, നമ്മുടെ മക്കളുടെ വിമോചനം സംഭവിക്കണം. നമ്മുടെ മക്കൾ ദൈവത്തിന്റെ മക്കള്. നമ്മുടെ മക്കൾ വചനമനുസരിച്ച് ഉന്നതി പ്രാപിക്കേണ്ട മക്കള്. നമ്മുടെ മക്കൾ സത്യമറിഞ്ഞ് സ്വാതന്ത്ര്യത്തിൽ ജീവിക്കേണ്ട മക്കള്. ഉന്നതി പ്രാപിക്കാതെ അടിമത്തത്തില് ബന്ധിക്കപ്പെട്ട് പിശാചി കെട്ടി കൂട്ടി നശിപ്പിച്ച് അടക്കി വച്ചിരിക്കുന്ന നമ്മുടെ മക്കളെ വിടുവിക്കണം. അതുകൊണ്ട് മക്കളെ, ഈ 4 ദിവസങ്ങൾ, അതിനുശേഷം കരുണയുടെ നൊവേന, ആ ദൈവകരുണയുടെ തിരുനാൾ, ഇതിന്റെ അത്ഭുത ശക്തി, ആ വീണ്ടെടുപ്പിന്റെ ശക്തി, രക്ഷാകര ശക്തി നമ്മുടെ മക്കളിൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രിയപ്പെട്ട മക്കളെ ഈ മേഖലകളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരുടെയും വേദനകൾ, നൊമ്പരങ്ങൾ, കഷ്ടപ്പാടുകൾ, സഹനങ്ങളൊക്കെ കർത്താവിനെ കുറിച്ചോട് ചേർത്ത് ദൈവികാന സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ടീമംഗങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സമയത്തിന്റെ, ഈ ആഴ്ചയുടെ, ഈ ദിനങ്ങളുടെ ഈ കരുണയുടെ സമൃദ്ധി നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും മക്കളിലും നിറയപ്പെടട്ടെ. അത് അത്ഭുതകരമായ രക്ഷാകര പ്രവൃത്തികൾ അനുഭവിക്കാൻ, കാണാൻ ദൈവം നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പൗരോഹിത്യ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് അങ്ങയുടെ മക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് മക്കളുടെ മേൽ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളെ അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെ മേലും ഈ ശുശ്രൂഷയിൽ വലിയ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈശോയെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വലിയ കരുണ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക്, ലോകം മുഴുവനും ചൊരിഞ്ഞുകൊണ്ട് ഈ വലിയ ആഴ്ചയില്, ഈ ദൈവകരുണയുടെ തിരുനാളിന്റെ ഈ ദിവസങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ അങ്ങ് ചൊരിയുന്ന എല്ലാ കൃപകൾക്കും വേണ്ടി, എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രത്യേകമാവിധം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ പൂർത്തീകരിച്ച രക്ഷ, ഉദ്ധാനത്തിലൂടെ ഞങ്ങൾക്ക് തന്ന മഹത്വം, സ്വാതന്ത്ര്യം, വിമോചനം എല്ലാം സ്വന്തമാക്കിയെടുക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഈശോയെ, ഏറ്റവും പ്രത്യേകമാവിധത്തില് അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേ വിട്ടകന്ന്, സത്യം മറന്ന്, വചനം വിട്ട്, ഉദാശ വിട്ട്, അങ്ങയുടെ കുരിശുമാനത്തിൽ നിന്നൊക്കെ അകന്ന് പിശാചിന് പിടിയിൽപ്പെട്ടു പോയ മക്കള്, 24 മണിക്കൂറും മൊബൈൽ അടിമത്തി കഴിയുന്ന മക്കള്, എന്തെങ്കിലും പറഞ്ഞാല് മാതാപിതാക്കളോട് കയർക്കുന്ന മക്കള്, ഒച്ചപ്പാട്, ബഹളം, പഠനം വരെ മുടങ്ങി, എല്ലാം നശിച്ച് അടങ്ങി പിന്നോട്ടല്ല കർത്താവെ കുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മക്കൾ, ഇതെല്ലാമായിട്ടും കർത്താവെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മക്കൾ, തെറ്റായ സ്നേഹബന്ധത്തില് ഒത്തിരിയേറെ മക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനേകം അപ്പന്മാരും അമ്മമാരും കണ്ണിനോടെ പറയാ, മക്കൾ വിദേശത്ത് പഠിക്കാൻ പോയി, ദൂരത്ത് പഠിക്കാൻ പോയി, നാട്ടിൽ പഠിക്കുന്നു, വേണ്ടാത്ത സ്നേഹബന്ധങ്ങള്, ലവ് ജിഹാദ് പോലുള്ള ബന്ധങ്ങളിൽ ചെന്ന് കുടുങ്ങിപ്പോയി, രക്ഷപ്പെടാൻ പറ്റാത്ത വിധം കർത്താവേ അങ്ങയുടെ മക്കൾ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. ജീവിതം തന്നെ വഴിമുട്ടി, പഠനം മുടങ്ങി, ഉദാശ വിട്ടു. ഏറ്റവും ആത്യന്തികമായിട്ട് കർത്താവേ അങ്ങയെ തന്നെ വിട്ട് ഇറങ്ങിപ്പോയ മക്കള്, മയക്കുമേൽ അടിമപ്പെട്ടു പോയ മക്കള്, ലഹരിക്ക് അടിമപ്പെട്ട് നശിച്ചു പോയ മക്കള്, സോയെ പലവിധ കാര്യങ്ങളില്, പലവിധ മേഖലകളില് അടിമപ്പെട്ട് ബന്ധിക്കപ്പെട്ട് കെട്ടപ്പെട്ട് കിടക്കുന്ന എല്ലാ മക്കളുടെ പാപങ്ങളുടെ മേൽ, അകൃത്യങ്ങളുടെ മേൽ, വഴിപിഴച്ച ജീവിതത്തിന്റെ മേൽ കർത്താവേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ മക്കൾ ഒരുമിച്ച് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി വലിയ വിമോചനത്തിന് വേണ്ടി
അവർക്ക് നല്ല തിരിച്ചറിവുണ്ടാകാൻ വേണ്ടി, അങ്ങയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കർത്താവേ, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ കരുണ അങ്ങ് തന്നെയാണല്ലോ. ആ കരുണ സ്വന്തമാക്കി എടുക്കാൻ വേണ്ടി കർത്താവേ, ഞങ്ങളുടെ മക്കളെ കൊണ്ടുവന്ന് തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മക്കളോട് കരുണയായിരിക്കണമേ ഈശോയെ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, മക്കളിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, മക്കളിൽ കനിയേണമേ. ഈശോയെ, പരീക്ഷയിൽ ഒത്തിരി വേദനിക്കുന്ന മക്കള്, കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയിട്ടും വിജയം കൈവരിക്കാൻ പറ്റാത്ത വിധം തോറ്റുപോകുന്ന മക്കള്, പഠിച്ചിട്ടും ജോലി കിട്ടാത്ത മക്കള്, എല്ലാം പഠനം കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാതെ വേദനിക്കുന്ന മക്കള്, പഠന മേഖല, ജോലി മേഖല, ഭാവി ജീവിതം വഴിമുട്ടി നിൽക്കുന്ന മക്കള്. ആ മക്കളുടെ വേദന, നൊമ്പരം, കണ്ണുനീര് എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളായി ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെയുള്ള എല്ലാ മക്കൾക്കും വേണ്ടി കർത്താവേ, അങ്ങയുടെ പീഡാസഹനത്തിന്റെ യോഗ്യതയാൽ സാത്താന്റെ ആധിപത്യങ്ങളെ തകർത്ത ആ വലിയ ശക്തിയാൽ ഞങ്ങളുടെ മക്കളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തിന്മയുടെ അരൂപികളെയും ശക്തികളെയും നിർവീര്യമാക്കി അങ്ങയുടെ കരുണയുടെ ശക്തിയാൽ വിമോചനം നൽകി സ്വയേ ഞങ്ങളുടെ മക്കളോട്, ജീവിതത്തോട്, പഠനത്തോട്, ഭാവി ജീവിതത്തോട്, സാമ്പത്തിക മേഖലകളോട് സ്വയേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ആ വലിയ കരുണ ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. സ്വയം വലിയ കരുണയ്ക്കായി മക്കളെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് അങ്ങയെ വേണം കർത്താവേ. അങ്ങയെ വേണ്ടാതെ നടക്കുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങയെ ഞങ്ങളുടെ മക്കൾക്ക് വേണം സ്വയം. അങ്ങ് തന്നെ ആ മക്കളുടെ ഹൃദയങ്ങളെ അങ്ങയ്ക്ക് വേണ്ടിയുള്ള ദാഹം ജനിപ്പിച്ച് ആ ഹൃദയങ്ങളിൽ അങ്ങ് വാസമുറപ്പിക്കത്തക്ക വിധം ഞങ്ങളുടെ മക്കളെ കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ ജീവന സമൃദ്ധിയാൽ നിറച്ചു നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് തിരിച്ചറിവ് നൽകണമേ. അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന മക്കളായി മാറട്ടെ. അങ്ങയുടെ മക്കൾ അങ്ങയുടെ വചനം അനുസരിക്കട്ടെ. സത്യത്താൽ ഞങ്ങളുടെ മക്കൾ സ്വതന്ത്രരാകട്ടെ. വചനത്താൽ ഞങ്ങളുടെ മക്കൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ശ്വാസയോഗ്യമായ സത്യമായ അങ്ങയുടെ വചനം അങ്ങയെ തന്നെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. അതിനായി കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ വലിയ കരുണയ്ക്കായി തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ മക്കളെ, നിങ്ങളെല്ലാ മക്കളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ, അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ അഭിഷിക്തനായി ഞാൻ അങ്ങയുടെ ഈ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഇവരുടെ മക്കള് ഞങ്ങളുടെ മക്കളായി ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട അനുഗ്രഹങ്ങള്, കൃപകള് അങ്ങയുടെ കരുണയുടെ നിറവിൽ നിന്ന് ഞങ്ങളുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇവരുടെ വേദനകള്, സങ്കടങ്ങള്, ഒത്തിരി കണ്ണീരോടെ വലിയ വായേല് കരഞ്ഞുകൊണ്ട് വിളിക്കുന്ന അമ്മമാരൊക്കെ ഈ ആരാധനയിൽ ശുശ്രൂഷയെ പങ്കെടുക്കുന്നു. ഈശോയെ, അങ്ങ് കണ്ണ് തുറന്ന് ആ മക്കളെ നോക്കിക്കേ. അവിടെ വേദനകളെ കണ്ട്, അവസ്ഥകളെ കണ്ട് ആ മക്കളെ അനുഗ്രഹിച്ച് സമാധാനം നൽകിക്കേ. ഒരു തിരിച്ചുവരവ് നൽകിക്കേ. ഒരു മാനസാന്തരത്തിന്റെ അഭിഷേകം നൽകിക്കേ. ഈശോയെ, അങ്ങയെ തന്നെ നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. ഈ മാതാപിതാക്കളുടെ കണ്ണീരൊപ്പണം ഇപ്പോൾ നോക്കിയ ഈശോയെ, അനേക അമ്മമാര് കരഞ്ഞുകൊണ്ട്, അപ്പന്മാര് കരഞ്ഞുകൊണ്ട്, ചില മക്കളെങ്കിലും കരഞ്ഞുകൊണ്ട് അങ്ങയെ നോക്കി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് സൗഖ്യത്തിന്റെ, വിടുതലിന്റെ, സമാധാനത്തിന്റെ, വിമോചനത്തിന്റെ, വിജയത്തിന്റെ വലിയ ശക്തി പുറപ്പെടുവിച്ചുകൊണ്ട് ഈശോയെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ ഓൺലൈൻ ശുശ്രൂഷയില് ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുമുഖത്തേക്ക് നോക്കി മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന, ഹൃദയം നുറുകി പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. കുടുംബത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. അവർ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഇവിടെ നാമത്തിൽ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകാൻ അങ്ങാണല്ലോ എന്നെ വിളിച്ചത്. ഈ മക്കൾ കൂട്ടിയതും അങ്ങ് തന്നെയാണ്. വലിയ കൃപയാൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ആമേൻ, ആമേൻ.
ആമേൻ, ആമേൻ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. അങ്ങയുടെ മഹത്വമായി ഞങ്ങളുടെ മക്കൾ മാറട്ടെ, അങ്ങയുടെ മഹത്വമായി ഞങ്ങൾ തീരട്ടെ, അങ്ങയുടെ സ്വന്തമായി ഞങ്ങളുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടട്ടെ. അങ്ങയുടെ കരുണ സ്വന്തമാക്കി ഞങ്ങളും അങ്ങയുടെ രക്ഷ കൈവരിക്കട്ടെ. വലിയ പ്രാർത്ഥനയോടെ ദിവ്യകാര സന്നദ്ധിയിൽ നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം മക്കളെ. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ കരുണയാൽ നിറയപ്പെട്ട് ആ കരുണയിൽ ജീവിക്കുവാൻ ഞങ്ങളുടെ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ മക്കൾ അങ്ങയുടെ സ്വന്തമായി ജീവിക്കട്ടെ. ആമേൻ.